കൂലി മൂവിയുടെ റിവ്യൂ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ ഈ സിനിമയിൽ ലോകേഷ് അദ്ദേഹത്തിൻ്റെ പൊതുവേ ഇപ്പോൾ കൈദി, അതേപോലെ ലിയോ, വിക്രം സിനിമകളെ പോലെ ഈ സിനിമയുടെ മാറ്ററുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ ത്രില്ലിങ് അങ്ങോട്ട് വരുന്നില്ല. ത്രില്ലിങ് വന്നാലല്ലേ നമുക്ക് സിനിമ കണ്ടിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ, ഒരു സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം കുറേ കാര്യങ്ങളെ കലപില എന്നങ്ങോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നിനും ഒരു വലിയ പ്രാധാന്യം വരുന്നില്ല. അവർ കാണിക്കുന്നതൊക്കെ ഭയങ്കര തീവ്ര കാര്യങ്ങൾ പോലെ തന്നെയാണെങ്കിലും അതിന് ഭയങ്കര തീവ്രത നമുക്ക് തോന്നണമല്ലോ, അപ്പോഴാണ് അത് ത്രില്ലിങ്ങോടെ കണ്ടിരിക്കാൻ പറ്റുക. അതങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ബോധപ്പൊരുളൊന്നും അല്ല, സ്വർണ്ണക്കടത്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഡ്രഗ്സിനെ സംബന്ധിച്ച് ചെറിയ സംഭവങ്ങൾ ഉണ്ട്, അതേപോലെ സ്വർണ്ണക്കടത്തൊക്കെ ശരി എല്ലാം ഉണ്ടെങ്കിലും ഇതിലെ പ്രധാന മാറ്റർ അതല്ല എന്നുള്ളത് അവർ പിന്നീട് അങ്ങനെ വരുന്നുണ്ട്, സസ്പെൻസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്വർണ്ണക്കടത്ത് കാണിച്ചിട്ട് അത് വളരെ തീവ്രമാക്കി കാണിക്കണമായിരുന്നു. അതല്ലാതെ ഇതിൽ പ്രധാന മാറ്റർ എന്ന് കൊണ്ടുവരുന്ന കാര്യം വലിയൊരു സംഭവമാണ് കേട്ടോ, അത് ഞാൻ ഇല്ല പറയുന്നില്ല, അത് നല്ല സംഭവമാണ്. പക്ഷെ അത് നമുക്ക് നോക്കുമ്പോൾ കാഴ്ചയിൽ സ്ക്രീനിൽ ഭയങ്കര തീവ്രമാക്കാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന വില്ലന്മാർ ചെയ്യുന്ന ആ മാറ്ററിനെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതെന്താ അവശിഷ്ടം എന്നൊക്കെ സിനിമ കണ്ട് മനസ്സിലായിക്കോളും, പറയുന്നില്ല. അപ്പോൾ ആ സംഭവങ്ങളെ തെളിവ് നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു സാധനമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ ആ കണ്ടുപിടിച്ചിരിക്കുന്ന സാധനം, ആ തെളിവ് നശിപ്പിക്കുന്നതൊക്കെ ഒരു പുതുമയുള്ള കാര്യമാട്ടോ, അതൊരു ത്രില്ലിംഗ് ഉണ്ട്, ഓക്കെ. പക്ഷേ ആ ഒരു അവശിഷ്ടങ്ങൾ എന്താണോ അവർ ആദ്യം അതിനെ ചെയ്തത്, ആ ചെയ്യുന്ന കാര്യം പറച്ചിലോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പറയുന്നതിന് പകരം അത് കാണിച്ചിരുന്നെങ്കിൽ സാധാരണ, അതായത് കാണിക്കുക പറഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, എന്നാൽ അതൊരു നമുക്ക് തീവ്രത തോന്നത്തക്ക രീതിയിൽ, ത്രില്ലിങ് തോന്നത്തക്ക രീതിയിൽ ഇതൊരു ഭയങ്കര കാര്യമാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഒരു സംഭവം അതിൽ കാണിക്കാമായിരുന്നു. അത് കാണിച്ചിട്ടില്ല. പകരം അതിൻ്റെ ബാക്കി അവശിഷ്ടത്തെ എന്ത് ചെയ്യുന്നോ അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഒന്നുകൂടി വീര്യം കൂടിയിട്ട് ഇതിലെ ആക്ഷനും കാര്യങ്ങളും, അപ്പോൾ ആ കാര്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു രസം തോന്നുമായിരുന്നു. അതില്ല. പിന്നെ രജനി ഇതിൽ അദ്ദേഹം ഈ ഒരു സംഭവത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നഷ്ടപ്പെട്ട അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ നഷ്ടപ്പെടുന്ന സംഭവത്തെ ഇവർ ചെയ്യുന്ന പ്രധാന മാറ്ററിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് അത് സംഭവിച്ചിരുന്നതെങ്കിൽ രജനി ഇത്രയും തീവ്രമായിട്ട് ഈ കാര്യങ്ങളിൽ ഇറങ്ങിയ ആക്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി സുഖം ഉണ്ടാവുമായിരുന്നു. അല്ലാതെ തന്നെ ഒരു സംഭവത്തിൽ ചെയ്യുന്നുണ്ട്, രജനി എന്താണോ ഉദ്ദേശിച്ച് അവിടെ എത്തുന്നത് അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ മാറ്ററായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി തീവ്രത വരുമായിരുന്നു. പിന്നെ അതേപോലെ രജനിയുടെ ഫ്ലാഷ് ബാക്ക് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതലും പറച്ചിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. പകരം രജനിയുടെ ആ ഫ്ലാഷ് ബാക്കിൽ ഭയങ്കര സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഒന്നുകൂടി തീവ്രത കൂടുമായിരുന്നു, ഒരു ത്രില്ലിങ് കൂടുമായിരുന്നു. ഇപ്പോൾ രജനി ഇതിൽ ചില ഫ്ലാഷ് ബാക്കിലെ ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്, അത് ഓക്കെ. പക്ഷേ അത് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങേര് ഇത്രയും പവറാണ് എന്ന് അവിടെ തോന്നുമായിരുന്നു. പവറാണെന്ന് പറഞ്ഞ് മാത്രം നിർത്തിയാൽ പോരല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറവുകൾ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന മിസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്, അദ്ദേഹം കുറേ ആക്ഷനുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ സൂപ്പർ സ്റ്റാറിന് വേറൊരു സംഭവം കൂടിയുണ്ട്. ഒരു തടവേ സ്വർണ്ണ 100 തടവേ സ്വർണ്ണ മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിനിമകളിലും അദ്ദേഹത്തിന് ഓരോ രീതിയിലുള്ള സ്റ്റൈല് കൊണ്ടുവരാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരു സ്റ്റൈലൊന്നും വരുന്നില്ല. അദ്ദേഹം സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ആ ഒരു സ്റ്റൈൽ മന്നനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകേഷിന് രജനീകാന്തിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഉള്ള കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാമായിരുന്നു. അത് രജനി ചെയ്താൽ പക്കാവായിരിക്കും, വേറെ ആര് ചെയ്താലും സ്റ്റൈലിൽ അതുപോലെ വരില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പവേ ജനിച്ചൊരു കാര്യമാണ് ഈ സ്റ്റൈല്. ഞാൻ ശരിക്കും രജനി സാറിൻ്റെ ഫാനാണ് കേട്ടോ. തമിഴിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ രജനീകാന്താണ്. കാരണം ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുവരുന്നതാണല്ലോ.
അപ്പോൾ ആ ഒരു കാര്യം വലിയൊരു മിസ്സിങ് തന്നെയാണ് ഈ സിനിമയിൽ. പിന്നെ രജനി ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ട് ഈ മാറ്ററുകളുടെയൊക്കെ തെളിവുകളൊക്കെ പുള്ളിയുടെ കയ്യിലായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതെന്തിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തെളിവ് വേണ്ടത്? അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. അങ്ങേര് എന്താണോ ഉദ്ദേശിച്ച് വന്നത് ആ കാര്യങ്ങൾ നോക്കി പോയാൽ പോരെ. അതിന് പകരം ആ തെളിവുകൾ ഇദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വില്ലന്മാർ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ലോകേഷ് ഉദ്ദേശിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ വ്യക്തമല്ല. കാരണം അദ്ദേഹം ഇതിന് LCU ലോകേഷിൻ്റെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടല്ലോ, ഖൈദി, വിക്രം, ലിയോ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറേ സീരിയൽ സിനിമകൾ വരുന്നുണ്ട്. അതേപോലെ ഈ കൂലിക്കും ഇങ്ങനത്തെ വേറൊരു LCU അദ്ദേഹം ഇറക്കാൻ വേണ്ടിയിട്ടാണോ, ഇതിൻ്റെ തുടർച്ച ഇറക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ഉറപ്പും ഈ സിനിമയിൽ കാണിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രജനി ആരാണ്, അദ്ദേഹം എന്തിന് ഇത്ര തീവ്രമായി വന്നു എന്നതിനൊന്നും വലിയൊരു കാരണങ്ങൾ വരുന്നില്ല. പിന്നെ അതേപോലെ ഈ സിനിമയിൽ കുറേ ഭാഷകളിലുള്ള വലിയ നടന്മാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ സൗബിനാണ് ഈ സിനിമയിൽ കാര്യമായിട്ട് അവസാനം വരെ വരുന്നത് കേട്ടോ. കക്ഷിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഒരു വില്ലത്തി വരുന്നുണ്ട്. അതൊക്കെ ഓക്കെ, വില്ലത്തിയുടെ കാര്യം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൽ നാഗാർജുനനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആമീർ ഖാനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉപേന്ദ്രനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവരൊന്നും പോരാതെ വേറൊരു ക്യാമിയോ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ക്യാമിയോ ഇതിലില്ല. അത് എനിക്ക് തോന്നുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞോ എന്ന് അറിയില്ല. അങ്ങനെ ഒരു ക്യാമിയോനെ വെച്ചിട്ട് വേണ്ട വെച്ചോ അറിയില്ല. പക്ഷേ എന്തായാലും സിനിമയിലില്ല. അപ്പോൾ ഈ താരങ്ങളെയൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിന് മാത്രമുള്ള പ്രാധാന്യമുള്ള റോളുകൾ കൊടുക്കുമ്പോൾ ആകെ കൂടെ കലപിലാന്നാവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഒരു വില്ലൻ അല്ലെങ്കിൽ രണ്ട് വില്ലൻ, ആ വില്ലന്മാരിൽ അങ്ങനെ പോയിട്ട് അത് വളരെ തീവ്രമായിട്ട് അതിലൊരു വലിയ കാര്യം വെച്ചിട്ട് അതിൽ രജനി ഇതിലെ നായകനാരോ അവർക്ക് ഭയങ്കരമായ സെൻറ്റിമെൻറ്റ്സോടെ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു ലെവലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ ഇതിൽ വലിയ ത്രില്ലിങ് തോന്നാതെ ആക്ഷനുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു സിനിമയായിപ്പോയി.